രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖാണോ എല്ലാവർക്കും? സ്കൂളിലെ പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എന്നും പ്രാർത്ഥിച്ചിട്ടാണോ തുടങ്ങുന്നത്? അതേല്ലേ, മിടുക്കരാണ് കേട്ടോ. എങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. മക്കൾ എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് ഈശോയുടെ കുഞ്ഞു മക്കള് നല്ല മിടുക്കരായിട്ടൊന്ന് നിന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടി എനിക്ക് തന്നതോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞായി നന്നായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഉണ്ണി ഈശോയെ പോലെ നന്നായി എന്നെയും വളർത്തണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പി കുടിച്ചു അല്ലേ? എന്താ? പാലാണോ കുടിച്ചത്? വീട്ടിൽ പശു ഉണ്ടോ? ഇല്ലേ, വാങ്ങിയതാണോ? വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിലാണ് പശു ഉള്ളത്? നിങ്ങൾ പശുവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. മോൻ കണ്ടിട്ടില്ലേ? പശുവിൻ്റെ തൊഴുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടല്ലേ. കണ്ടിട്ടില്ലേ? കാണാത്തവരും ഉണ്ടോ? എങ്കിൽ സിസ്റ്റർ ഇവിടെ ഒരു കാലിത്തൊഴുത്ത് കാണിച്ചു തരാം. ഈ കാലിത്തൊഴുത്ത് ഇവിടെ എങ്ങും ഉള്ളതല്ല കേട്ടോ. അങ്ങ് ബത്ലഹേമിലുള്ള ഒരു കാലിത്തൊഴുത്താണ്. ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് മക്കൾക്ക് കാണണ്ടേ? ഇതാ നോക്കിക്കേ. എന്താ അത്ഭുതം എന്ന് കണ്ടോ? എന്തായിരുന്നു? ഉണ്ണി ഈശോ ജനിച്ചു അല്ലേ? ഉണ്ണി ഈശോ എവിടെയാ മക്കളെ ജനിച്ചത്? ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ഉണ്ണി ഈശോ ജനിച്ചത്. ഉണ്ണി ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ രാജാവായ ഹേറോദേസ് രാജാവിനൊരു പേടി. ഉണ്ണി ഈശോ രക്ഷകനാണെന്നൊക്കെ കേട്ടപ്പോൾ ഹേറോദേസിന് പേടിയായി. തൻ്റെ അധികാരം നഷ്ടപ്പെടുവോ എന്നോർത്ത് ഹേറോദേസ് രഹസ്യത്തിൽ ഉണ്ണി ഈശോയെ കൊല്ലുവാൻ തീരുമാനിച്ചു അല്ലേ? എന്നിട്ടോ ഇത് മനസ്സിലാക്കിയ പിതാവായ ദൈവം ഒരു മാലാഖയെ യോസേപ്പ് പിതാവിൻ്റെ അടുത്തേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി ഈശോയും കൊണ്ട് വേഗം രക്ഷപ്പെടാൻ. രാത്രിയിൽ തന്നെ യോസേപ്പ് പിതാവ് ഉണ്ണീശോയെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മാലാഖ വീണ്ടും യോസേപ്പ് പിതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹെറോദേസ് രാജാവ് മരിച്ചു. ഇനി ഉണ്ണി ഈശോയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു പോവാൻ. അങ്ങനെ യോസേപ്പ് പിതാവ് ഉണ്ണി ഈശോയെയും മാതാവിനെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ഹെറോദേസിന് പകരം മകനായ അർക്കലാവോസാണ് രാജ്യം ഭരിക്കുന്നതെന്ന്. യോസേപ്പ് പിതാവിന് വീണ്ടും പേടിയായി. ഉടൻ തന്നെ നമ്മുടെ മാലാഖ വന്ന് പറഞ്ഞു, ഉണ്ണിയെയും കൊണ്ട് നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി പാർക്കാൻ. അങ്ങനെ യോസേപ്പ് പിതാവ് ഉണ്ണി ഈശോയെയും മാതാവിനെയും കൊണ്ട് നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചു.
ഉണ്ണീശോ എവിടെയാ മക്കളെ ജനിച്ചത്? ആ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണല്ലേ. ഉണ്ണീശോ എവിടെയാ വളർന്നത്? ആ, നസ്രത്ത് എന്ന പട്ടണത്തിലാണല്ലേ. നസ്രത്തിൽ ഉണ്ണീശോ എങ്ങനെയാ വളർന്നതെന്ന് ഒന്ന് പറഞ്ഞേ. ആ, മിടുക്കരാണല്ലോ. യോസേപ്പ് പിതാവിനെ സഹായിച്ചു അല്ലേ? പിന്നെയോ മാതാവ് പറയുന്നതൊക്കെ അനുസരിച്ചു. പിന്നെയോ ആ, നന്നായി പ്രാർത്ഥിച്ചു നല്ല കുഞ്ഞായിട്ട് വളർന്നു അല്ലേ. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള കുഞ്ഞായിട്ടാണ് ഉണ്ണീശോ വളർന്നു വന്നത്. എങ്ങനെയാ ഉണ്ണീശോ വളർന്നത്? ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള കുഞ്ഞായിട്ടാണ് ഉണ്ണീശോ വളർന്നു വന്നതല്ലേ. ഈശോ എന്ന പേരിന്റെ അർത്ഥം എന്താന്ന് മക്കൾക്കറിയോ? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ആ, രക്ഷകൻ എന്നാണല്ലേ. എന്താ ഈശോ എന്ന പേരിന്റെ അർത്ഥം? ആ, രക്ഷകൻ എന്നാണല്ലേ. മറിയം എന്ന പേരിന്റെ അർത്ഥം എന്താ? സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ് കേട്ടോ. എന്താ മറിയം എന്ന പേരിന്റെ അർത്ഥം? ആ, സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ്. ജോസഫ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ആ, വളർത്തുന്നവൻ എന്നാണല്ലേ. അപ്പൊ നസ്രത്തിലെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉണ്ണീശോയും മാതാവും യോസേപ്പ് പിതാവും. ഉണ്ണീശോയുടെ പേരിന്റെ അർത്ഥം എന്താണ്? ആ, രക്ഷകൻ എന്നാണ് കേട്ടോ. മറിയം എന്ന പേരിന്റെ അർത്ഥം എന്താ? ആ, സ്നേഹിക്കപ്പെട്ടവൾ എന്നാണല്ലേ. ജോസഫ് എന്ന പേരിന്റെ അർത്ഥം എന്താ? വളർത്തുന്നവൻ എന്നാണ്. അങ്ങനെ നസ്രത്തിലെ വീട്ടിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള മകനായിട്ട് ഉണ്ണീശോ വളർന്നു വന്നു. നമ്മുടെ വീടും നസ്രത്തിലെ വീട് പോലെ ആവണ്ടേ? അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ വളർന്നു വരണം? ആ, ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള നല്ല കുഞ്ഞായിട്ട് വളർന്നു വരണം കേട്ടോ. വികൃതി കാണിക്കുവോ? ഇല്ല അല്ലേ. മിടുക്കരാണ് കേട്ടോ. അമ്മ പറയുന്നത് അനുസരിക്കണം, പപ്പ പറയുന്നത് അനുസരിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പഠിക്കണം. അങ്ങനെ നല്ല കുഞ്ഞായിട്ട് വളരണം കേട്ടോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും മക്കള് നസ്രത്തിലെ വീട് പോലെ ഒരു കൊച്ചു വീട് വരച്ചുകൊണ്ട് വരാവോ? പപ്പയോടോ മമ്മിയോടോ പറഞ്ഞ് അവരെ കൊണ്ട് വരപ്പിക്കാം കേട്ടോ. ഒരു കൊച്ചു വീട് വരച്ച് അതിൽ ആരുടെയൊക്കെ പേരെഴുതണം? ഈശോ, മറിയം, യോസേപ്പേ. ആരുടെയൊക്കെ പേരെഴുതണം? ഈശോ, മറിയം, യോസേപ്പേ. ആ, കൂടെ ഒരു കൊച്ചു വചനം കൂടെ പഠിക്കുവോ? ആ, ഏത് വചനം പഠിക്കണ്ടേന്നറിയോ? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. വചനം പഠിച്ചാൽ മാത്രം പോരാ, കുഞ്ഞു മക്കൾ അത് പറയുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുവോ? ആ, കൊടുക്കുക അല്ലേ. മിടുക്കരാണ് കേട്ടോ. ഇനി നമുക്ക് കൈകൂപ്പി പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈകൂപ്പി ഈശോയെ നമ്മുടെ മുൻപിൽ കണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. നല്ല ഈശോയെ, ഈ ഒരു നല്ല ദിനം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഉണ്ണി ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും എല്ലാവർക്കും ഇഷ്ടമുള്ള കുഞ്ഞായി വളരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.